വൈദികരുടെ പേരിൽ വ്യാജ ഫേസ്ബുക്ക്, ഇൻസ്റ്റഗ്രാം അക്കൗണ്ടുകൾ സൃഷ്ടിച്ച് വ്യാപക പണത്തട്ടിപ്പ് നടക്കുന്നു. നിരവധി പേർ ഇത്തരത്തിൽ തട്ടിപ്പിനിരയായതോടെ പല വൈദികരും സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ വിശദീകരണക്കുറിപ്പുകൾ ഇറക്കുകയാണ്. സോഷ്യൽ മീഡിയയിൽ വ്യാജ അക്കൗണ്ടുകൾ സൃഷ്ടിച്ച് തട്ടിപ്പ് നടത്തുന്ന കേസുകൾ പലതവണ റിപ്പോർട്ട് ചെയ്യപ്പെടാറുണ്ട്. എന്നാൽ കഴിഞ്ഞ കുറച്ചു മാസങ്ങൾക്കിടയിലാണ് തട്ടിപ്പ് സംഘം വൈദികരിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്നത്. വൈദികരുടെ വിശദാംശങ്ങൾ ശേഖരിച്ച് അവരുമായി ഇടപഴകുന്നവരെയാണ് സംഘം തട്ടിപ്പിന് വിധേയമാക്കുന്നത്. വൈദികരിൽ ജനങ്ങൾക്കുള്ള വിശ്വാസം തിരിച്ചറിഞ്ഞ് ചൂഷണം ചെയ്യാനാണ് തട്ടിപ്പ് സംഘത്തിന്റെ നീക്കം. വൈദികരുടെ ഫ്രണ്ട് ലിസ്റ്റിലുള്ളവർക്ക് മെസ്സേജ് അയച്ചാണ് തട്ടിപ്പിന് തുടക്കമിടുന്നത്. പതിവ് വിശേഷങ്ങൾ ആരാഞ്ഞ ശേഷം അത്യാവശ്യ സാമ്പത്തിക സഹായം അഭ്യർത്ഥിക്കും. ഉടൻ തിരിച്ചു നൽകാമെന്ന വാഗ്ദാനത്തോടെയുള്ള അഭ്യർത്ഥനയിൽ സംശയം തോന്നാത്ത സുഹൃത്തുക്കൾ പണമടച്ച് തട്ടിപ്പിന് ഇരയാവുകയുമാണ് പതിവ്. വൈദികരാകുമ്പോൾ പണം തിരിച്ചു തന്നില്ലെങ്കിൽ ആരും തിടുക്കത്തിൽ ചോദിക്കില്ലെന്ന സൗകര്യവും തട്ടിപ്പുകാർക്ക് സഹായമാവുകയാണ്. ഇത്തരത്തിൽ തട്ടിപ്പ് തിരിച്ചറിയുമ്പോഴേക്കും നിരവധി പേരുടെ പണം തട്ടിപ്പുകാരുടെ കയ്യിലെത്തിയിട്ടുണ്ടാകും. കൊച്ചിയിലെ പ്രമുഖ സ്ഥാപനങ്ങളുടെ ചുമതല വഹിക്കുന്നവരുൾപ്പെടെ ഒട്ടേറെ വൈദികരുടെ പേരിൽ ഇത്തരം തട്ടിപ്പ് നടന്നിട്ടുണ്ട്. ഏറ്റവും ഒടുവിൽ കാര്യങ്ങൾ വിശദീകരിച്ച് ഫ്രണ്ട് ലിസ്റ്റിലുള്ളവർക്ക് കുറിപ്പ് തയ്യാറാക്കി അയക്കുകയാണ് പല വൈദികരും. ഈ സാഹചര്യത്തിൽ ഇത്തരത്തിൽ മെസ്സേജുകൾ ലഭിച്ചാൽ അതത് വൈദികരുമായി ബന്ധപ്പെടണമെന്നാണ് വിവിധ സഭാ സമൂഹങ്ങൾ നിർദ്ദേശിക്കുന്നത്.